Hello dear students, welcome back to the new session of Python programming. In the previous class, we have discussed about tuples in Python. Today we are moving to a new topic, that is dictionary in Python. We have already heard the word dictionary in first module. Okay, so in fourth module we have different sequence data type which includes list, tuple and string. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയൊരു സീക്വൻസ് ഡാറ്റ ടൈപ്പ് ആണ് ഡിക്ഷണറി. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ് ഡിക്ഷണറിയിലും. നമ്മൾ ലിസ്റ്റ് പഠിച്ചപ്പോഴും ടപ്പിൾ പഠിച്ചപ്പോഴും ഒക്കെ പറഞ്ഞു ഓരോന്നിലും കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെയുള്ള ഒരു കളക്ഷനാണ് ഡിക്ഷണറി. ആൻഡ് ഡിക്ഷണറി ഈസ് അൺഓർഡേർഡ്, ചേഞ്ചബിൾ ആൻഡ് ഇൻഡെക്സ്ഡ്. ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ഓർഡർ ഇല്ല. അതുപോലെ തന്നെ ഡിക്ഷണറി മ്യൂട്ടബിൾ ആണ്. നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും പറഞ്ഞു മ്യൂട്ടബിൾ ആണോ ഇമ്മ്യൂട്ടബിൾ ആണോ എന്ന്. നമ്മൾ ഇതുവരെ പഠിച്ചാൽ സ്ട്രിങ്ങും ടപ്പിളും ഇമ്മ്യൂട്ടബിൾ ആണ്, ലിസ്റ്റ് മ്യൂട്ടബിൾ ആണെന്ന് പഠിച്ചു. അതുപോലെ ഡിക്ഷണറി മ്യൂട്ടബിൾ ആണ്. ആൻഡ് ഓൾസോ ഡിക്ഷണറി ഈസ് ഇൻഡെക്സ്ഡ്. ദാറ്റ് ഈസ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡിക്ഷണറിയിലും ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് സംഭവിക്കും. ഓക്കെ, ദെൻ ഡിക്ഷണറിയിൽ ബാക്കി നമ്മൾ പഠിക്കുന്ന എല്ലാ സീക്വൻസ് ഡാറ്റ ടൈപ്സിലും ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡിക്ഷണറിയുടെ കേസിൽ ഓരോ ഐറ്റത്തിലും ഓരോ എലമെന്റിലും രണ്ട് elements ഉണ്ടാവും, which is a key and a value. That is, each item in a dictionary has a key value pair. Dictionaries are optimized to retrieve values when the key is known. That is, key അറിഞ്ഞു കഴിഞ്ഞാൽ ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടാൻ പാകത്തിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഡിക്ഷണറീസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. Creating a dictionary is as simple as placing items inside curly braces separated by commas. അപ്പോൾ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും പറഞ്ഞു ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ്, ടപ്പിൾ ആണെങ്കിൽ പാരന്തസിസിൻ്റെ ഉള്ളിലാണ് എഴുതുക. അതുപോലെ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഐറ്റംസിനെ കേളി ബ്രേസസിൻ്റെ ഉള്ളിലിട്ടിട്ട് കോമാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എഴുതുക. ഇനി ഓരോ ഐറ്റത്തിനും ഒരു കീ ഉണ്ടാവും, ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെയർ. ഒരു കീ വാല്യൂ പെയർ ആയിട്ടാണ് ഈ ഡിക്ഷണറിയിലെ ഓരോ ഐറ്റവും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വൈൽ ദ വാല്യൂസ് ക്യാൻ ബി ഓഫ് എനി ഡാറ്റ ടൈപ്പ്. ഇതിലെ വാല്യൂ എന്ന് പറയുന്നത് ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും ആവാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റ് ചെയ്തിട്ടും വാല്യൂസ് വരാം. പക്ഷേ കീസ് മസ്റ്റ് ബി ഓഫ് ഇമ്മ്യൂട്ടബിൾ ടൈപ്പ്. അതായത് കീസ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കണം. അതായത് സ്ട്രിങ്ങോ അല്ലെങ്കിൽ നമ്പറോ അല്ലെങ്കിൽ ടപ്പിളോ ഇങ്ങനത്തെ ഏതെങ്കിലും ടൈപ്പ് ആയിരിക്കണം കീയുടെ അവിടെ വരുന്നത്. ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രിങ്ങോ നമ്പറോ ടപ്പിളോ ആയിരിക്കണം കീയുടെ പൊസിഷനിൽ വരുന്നത്. കൂടാതെ കീ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. കീ ഒരു ഡിക്ഷണറിയിൽ കീ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. അതേസമയം കീക്ക് കൂടിയുള്ള വാല്യൂ എന്ന് പറയുന്നത് ഏത് ഡാറ്റ ടൈപ്പ് ആവാം, കൂടാതെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ഡിക്ഷണറീസിൻ്റെ എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് വൺ എം ടി ഡിക്ഷണറി. ദാറ്റ് ഈസ് ഒരു വാല്യൂ ഇല്ലാത്തൊരു ഡിക്ഷണറീനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. മൈ ഡിക്ഷണറി ജസ്റ്റ് ബ്രേസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതിൽ കീ വാല്യൂ ഒരു ഐറ്റംസും ഇല്ല. ദെൻ നെക്സ്റ്റ് ഡിക്ഷണറി വിത്ത് ഇൻറ്റിജർ കീസ്, ഇൻറ്റിജർ ആയിട്ടുള്ള കീസ് വെച്ചിട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് എലമെൻറ്റിനെ കീ എന്ന് പറയും. ഈ മൈ ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡിക്ഷണറി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് എലമെൻ്റ് ആണ് ഉള്ളത്, ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ്. ഓരോ എലമെൻറ്റിലും ഒരു കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ കീസ് ആയിട്ട് ഇവിടുത്തെ കേസിൽ നമ്മൾ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻറ്റിജർ നമ്പറാണ്. നമ്മൾ പറഞ്ഞു കീസ് ആയിട്ട് കൊടുക്കുന്നത് ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഒന്നുകിൽ നമ്പറോ അല്ലെങ്കിൽ സ്ട്രിങ്ങോ അല്ലെങ്കിൽ ടപ്പിളോ ആണ് നമ്മൾ ഫസ്റ്റ് ദാറ്റ് ഈസ് കീ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ വാല്യൂസ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, അത് റിപ്പീറ്റേഷൻ വന്നാലും കുഴപ്പമില്ല. പക്ഷെ കീസ് യുണീക്ക് ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഡിക്ഷണറി വിത്ത് ഇൻറ്റിജർ കീസിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് 1 ആപ്പിൾ, ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. അതുപോലെ 2 ബോൾ, ഇത് സെക്കൻഡ് എലമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഡിക്ഷണറി വിത്ത് മിക്സ്ഡ് കീസ്. ദാറ്റ് ഈസ് ഒരു സ്ട്രിങ്ങിനെയും കീ ആക്കി എടുത്തിട്ടുണ്ട്, ഒരു ഇൻറ്റിജറിനെയും കീ ആയിട്ടുണ്ട്. അപ്പോൾ കീ മിക്സ്ഡ് ആക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് രണ്ടാമത്തെ എക്സാമ്പിളിൽ. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാല്യൂ ആയിട്ട് ഒരു സ്ട്രിങ്ങിനും കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തിൽ വാല്യൂ ആയിട്ട് ഇതൊരു ലിസ്റ്റിനെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും വാല്യൂസ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ കീ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല, വാല്യൂസ് റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിക്ഷണറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then dictionaries can also be created using the DICT constructor. അതായത് ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്രിയേറ്റിംഗ് എ ഡിക്ഷണറി വിത്ത് ഡിക്റ്റ് മെത്തേഡ്. ഡിക്റ്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടു മൈ ഡിക്ഷണറി, ഡിക്ഷണറിയുടെ പേരെന്താ, അത് ഈക്വൽ ടു ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ജസ്റ്റ് കേളി ബ്രേസിൽ നമ്മൾക്ക് കോമിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു
മെത്തേഡാണ് ഡിക്റ്റ് മെത്തേഡ്. ഡിക്റ്റ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാന്നാണ്. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ഡിക്ഷണറിയുടെ വാല്യൂസ്. അതിനെ നമ്മൾ ഡിക്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഈ കീ വാല്യൂസ് പെയേഴ്സിനെ, കീ വാല്യൂ ആയിട്ടുള്ള പെയേഴ്സിനെ കോമ ഇട്ടിട്ട് നമ്മൾ എത്ര എലമെന്റ്സ് ഉണ്ടോ അതെല്ലാം കീ വാല്യൂസ് ആക്കി എഴുതിയതിന് ശേഷം ആ ഒരു കേളി ബ്രേസിന്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിനെ ഡിക്റ്റ് മെത്തേഡിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ കൊടുത്തിട്ട് ഡിക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഡിക്റ്റ് എന്ന് പറഞ്ഞ ഡിക്ഷണറിനെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇത് ജസ്റ്റ് ഈ ലൈൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്ത കാരണം ഇവിടെ പ്രിന്റ് വന്നു. അതിനുശേഷം ഡിക്റ്റിനെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കൊടുത്ത ഡിക്ഷണറി അതുപോലെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഡിക്റ്റ് മെത്തേഡ് വെച്ചിട്ടും ഡിക്റ്റ് മെത്തേഡ് വെക്കാതെ നമുക്ക് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഡിക്റ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പെയർ ആക്കിയിട്ട് ഓരോ ഐറ്റത്തിനും ഒരു പെയർ ആക്കിയിട്ട് നമുക്ക് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. ക്രിയേറ്റിംഗ് എ ഡിക്ഷണറി വിത്ത് ഈച്ച് ഐറ്റം ആസ് എ പെയർ. ദാറ്റ് ഈസ് ഇവിടെ ഡിക്റ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഈ കേളി ബ്രേസ് അല്ല ഇട്ടിരിക്കുന്നത്, പകരം ഇതിനെ പെയർ ആക്കുകയാണ്. 1 ഗീക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഐറ്റത്തിന് ഒരു പെയർ ആക്കി, അപ്പോൾ അതിനെ ഒരു പാരന്തസിസിൻ്റെ ഉള്ളിട്ടു, കോമ രണ്ടാമത്തേനെ വീണ്ടും പെയർ ആക്കി അതിനെ ഒരു പാരന്തസിസിൻ്റെ ഉള്ളിട്ടു. എന്നിട്ട് ഇതിനെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ കൊണ്ടാണ് ഇതിനെ രണ്ട് ഭാഗത്തും സ്റ്റാർട്ടും എൻഡും ചെയ്യുന്നത് കേളി ബ്രേസിന് പകരം. ദെൻ അതിനുശേഷം ഡിക്റ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ ഇത് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഡിക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ഉണ്ടാക്കി അതിനെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇതേ സംഭവം ഒരു ഡിക്ഷണറി പോലെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് പറഞ്ഞത്. ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിക്ഷണറിയുടെ പേരെന്താണോ അത് ഈക്വൽ ടു ജസ്റ്റ് കീ വാല്യൂ പെയേഴ്സ് ആക്കിയിട്ട് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കോമ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഡിക്റ്റ് മെത്തേഡ് വഴി നമുക്ക് കേളി ബ്രേസ് യൂസ് ചെയ്തിട്ട് തന്നെ കോമ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പെയർ ആക്കിയിട്ട് ഡിക്റ്റ് മെത്തേഡ് വഴി പെയർ ആക്കിയിട്ടും നമുക്ക് കൊടുത്തിട്ട് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, then next accessing elements from dictionary. അപ്പോൾ നമ്മൾ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഡിക്ഷണറിയിൽ നിന്ന് എങ്ങനെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാം? അതിന് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് കഴിഞ്ഞ ഇതിലൊക്കെ പഠിച്ചത്. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് വൈൽ ഇൻഡെക്സിംഗ് ഈസ് യൂസ്ഡ് വിത്ത് അതർ ഡാറ്റ ടൈപ്സ് ടു ആക്സസ് വാല്യൂസ് എ ഡിക്ഷണറി യൂസസ് കീ. ദാറ്റ് ഈസ് നമ്മൾ 0, 1, 2, 3 അങ്ങനെ ഇൻഡെക്സ് വെച്ചിട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ സീക്വൻസ് ഡാറ്റ ടൈപ്സിലും വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ പോസിറ്റീവ് ഇൻഡെക്സും നെഗറ്റീവ് ഇൻഡെക്സും ഉണ്ടായിരുന്നു. പക്ഷേ ഡിക്ഷണറിയുടെ കേസിൽ ഇൻഡെക്സ് അല്ല യൂസ് ചെയ്യണേ, അതിന് പകരം അവിടെ യൂസ് ചെയ്യുന്നത് കീസ് ആണ്. കീസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡിക്ഷണറിയിലുള്ള വാല്യൂസിനെ ആക്സസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. കീസ് ക്യാൻ ബി യൂസ്ഡ് എയ്തർ ഇൻസൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഓർ വിത്ത് ഗെറ്റ് മെത്തേഡ്. ദാറ്റ് ഈസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻഡെക്സ് കൊടുക്കുന്നതിന് പകരം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കീസ് കൊടുത്തിട്ടാണ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് വാല്യൂസിനെ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഗെറ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ കീസ് കൊടുത്തിട്ട് നമുക്ക് വാല്യൂസ് കിട്ടും. ഓക്കെ, ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കീ ഇല്ലെങ്കിൽ അവിടെ നണ്ണാണ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. മൈ ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. 2 എലമെൻ്റാണ് ഉള്ളത്. ഇത് ഫസ്റ്റ് എലമെൻറ്റ്, ഇത് സെക്കൻഡ് എലമെൻറ്റ്. ദെൻ ഈ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ജാക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതിന് വേണ്ടി നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ജാക്ക്. സോ വി ഹാവ് ടു റൈറ്റ് മൈ ഡിക്റ്റ് ഓഫ് നെയിം. ദാറ്റ് ഈസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്താണോ നമ്മുടെ കീ ആ കീ കൊടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കീ നെയിമാണ്. ആ നെയിം കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ഇത് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ മൈ ഡിക്റ്റ് ഓഫ് നെയിം പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിസൾട്ടായിട്ട് ജാക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മെത്തേഡാണ് ഇത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കീ കൊടുക്കുന്നതിന് പകരം നമുക്ക് അല്ലെങ്കിൽ ഗെറ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ കീ കൊടുത്താലും നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. ഇനി അടുത്ത വാല്യൂ 26നെ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീ ഏജ് ആണ്. ആ ഏജ് ഒന്നെങ്കിൽ ഇതുപോലെ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗെറ്റ് ഓഫ് ഏജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇവിടെ നോക്കുക, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് ഗെറ്റ് മെത്തേഡിൻ്റെ ഉള്ള പാരന്തസിസ് ആണ്. ഇതൊരു മെത്തേഡ് ആയത് കാരണം ഇവിടെ പാരന്തസിസ് ആണ് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കീ കൊടുത്താലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വരും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് ലൈനിൽ പറഞ്ഞത് ഈ ഗെറ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കീ ഇവിടെ ഈ ഒരു ഡിക്ഷണറിയിൽ ഇല്ല എങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നണ്ണാണ് കിട്ടുക. ഓക്കെ, then next changing and adding dictionary elements. ഇനി ഒരു ഡിക്ഷണറിയിലേക്ക് എലമെന്റ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ ഉള്ള എലമെന്റ്സിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ചു ഡിക്ഷണറീസ് ആർ മ്യൂട്ടബിൾ. ഡിക്ഷണറീസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. വി ക്യാൻ ആഡ് ന്യൂ ഐറ്റംസ് ഓർ ചേഞ്ച് ദ വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഐറ്റം യൂസിങ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് അതിലുള്ള എലമെന്റ്സിനെ ചേഞ്ച് ചെയ്യാനും പറ്റും. ദാറ്റ് ഈസ് ഓൾറെഡി ഉള്ള വാല്യൂസ് ചേഞ്ച് ചെയ്യാനും കൂടാതെ ഇല്ലാത്ത പുതിയ വാല്യൂസിനെ ആഡ് ചെയ്ത് കൊടുക്കാനും നമുക്ക് ഡിക്ഷണറിയിൽ പറ്റും. കാരണം ഡിക്ഷണറി
mutable ആണ്. If the key is already present, then the existing value gets updated. In the case the key is not present, a new key value pair is added to the dictionary. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ മൈഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ തന്നെ ഇവിടെ ഒരു ഡിക്ഷണറി ഉണ്ട്. ഇനി ഞാനിവിടെ ഏജിന്റെ വാല്യൂ, ഏജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 26 ആണ്. എനിക്കത് 27 ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യു ഹാവ് ടു യൂസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് മൈ ഡിക്റ്റ് ഓഫ് ഏജ് ഈക്വൽ ടു 27 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 26 മാറി 27 ആവും. ഇനി നമ്മൾ മൈഡിക്റ്റ് എന്ന് പറഞ്ഞ ഡിക്ഷണറി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വി കോഡ് ഔട്ട്പുട്ട് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് 26 മാറിയിട്ട് 27 ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് വേറൊരു എക്സാമ്പിൾ, മൈ ഡിക്റ്റ് ഓഫ് അഡ്രസ് ഈക്വൽ ടു ഡൗൺ ടൗൺ. ദാറ്റ് ഈസ് ഇവിടെ അഡ്രസ് എന്ന് പറയുന്ന ഒരു കീ ഇവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇല്ലാത്തൊരു കീ ആണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ, ഉള്ള കീ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി. ഇല്ലാത്തൊരു കീ ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു കീ വാല്യൂ പെയർ പുതിയതായിട്ട് ആഡ് ചെയ്ത് വരും. ദാറ്റ് ഈസ് ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഈ നെയിമും ഏജും കൂടെ ഒരു ആളും കൂടി എക്സ്ട്രാ കീ വാല്യൂ പെയർ വന്നു, ദാറ്റ് ഈസ് അഡ്രസ് ഡൗൺ ടൗൺ. അതാണ് ഈ ഒരു വരിയിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, then next removing elements from dictionary. ഡിക്ഷണറിയിൽ നിന്ന് എങ്ങനെയാണ് എലമെന്റ്സിനെ റിമൂവ് ചെയ്യുന്നത്? We can remove a particular item in a dictionary by using pop method. ഒരു പർട്ടിക്കുലർ എലമെന്റിനെ ഡിക്ഷണറിയിൽ നിന്ന് കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് pop method. This method removes an item with the provided key and returns the value. എന്താണോ pop methodന്റെ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത് ആ പാരാമീറ്ററിലുള്ള കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, ആ കീ വാല്യൂ പെയറാണ് ഡിലീറ്റ് ആയി പോവുക. കൂടാതെ ആ കീക്ക് കറസ്പോണ്ടിങ് വാല്യൂ എന്താണോ അത് റിട്ടേൺ ചെയ്ത് കിട്ടും ചെയ്യും. അതുപോലെ വേറെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് പോപ്പ് ഐറ്റം. പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞ മെത്തേഡ് റിമൂവ്സ് ദ ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം. പോപ്പ് നിങ്ങൾ പുഷും പോപ്പൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത് ആ ഡിക്ഷണറീസ്ക്ക് ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള കീ വാല്യൂ പെയറിനെ ഡിലീറ്റ് ചെയ്യാനാണ് പോപ്പ് ഐറ്റം യൂസ് ചെയ്യുന്നത്. കൂടാതെ ഇത് വിളിക്കുന്ന സമയത്ത് ആ ലാസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന കീ വാല്യൂ പെയറാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുക. ഓക്കെ, ദെൻ ക്ലിയർ മെത്തേഡ് ഉണ്ട്. ഒരു ഡിക്ഷണറിയിലുള്ള എല്ലാ ഐറ്റത്തിനെയും കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലിയർ മെത്തേഡ്. അതുപോലെ ഡിൽ കീവേഡ് നമ്മൾ ഓൾറെഡി ലിസ്റ്റിൻ്റെ അപ്പൻഡിങ് കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡിൽ കീവേഡ് വെച്ചിട്ടും നമുക്ക് എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് കാണിക്കുന്നത്. ഒരു സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവിടെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 1, 2, 3, 4, 5 ഇങ്ങനെ 5 എലമെന്റ്സ് ഉണ്ട്. അതിൻ്റെ കീസ് തന്നെയാണ് 1, 2, 3, 4. അതിന് കറസ്പോണ്ടിങ് വാല്യൂസും ഉണ്ട്. ഇനി ആദ്യം ഞാൻ പറയുന്നത് സ്ക്വയേഴ്സ്, അതായത് ആ ഡിക്ഷണറിയുടെ പേര് പോപ്പ് മെത്തേഡിനെയാണ് വിളിക്കുന്നത്. പോപ്പ് ഓഫ് 4 എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പോപ്പ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഈ 4 ഇൻഡെക്സ് ഉള്ള 4 കീ ഉള്ള കീ ഐറ്റം ഏതാണോ അത് ഡിലീറ്റ് ചെയ്യാനാണ് പോപ്പ് ഓഫ് 4 കൊടുക്കുന്നത്. അപ്പോൾ പോപ്പ് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറസ്പോണ്ടിങ് ഐറ്റം ഡിലീറ്റ് ആവും. അപ്പോൾ ആദ്യം എന്താ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണോ അത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അതായത് 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 16 ആണ്. സോ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ സ്ക്വയേഴ്സ് പ്രിന്റ് കൂടാതെ ആ ഒരു എലമെന്റ് അവിടെ പോയിട്ടും ഉണ്ടാവും. പിന്നെ നമ്മൾ സ്ക്വയേഴ്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ഇത്രയേ ഉണ്ടാവുള്ളൂ. ആ 416 എന്ന് പറഞ്ഞ വാല്യൂ ഫുൾ ആയിട്ട് പോയിട്ടുണ്ടാവും. നെക്സ്റ്റ് പോപ്പ് ഐറ്റം എന്താണെന്ന് പറയണേ. പോപ്പിന്റെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്, ഒരു കീ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയുള്ളൂ. നമ്മൾ അതിന് പാരാമീറ്റർ ഒന്നും കൊടുക്കണ്ട. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ എന്താണോ അത് പോകും. അപ്പോൾ ഒരു ഇത് കണ്ടറിയാം നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് ലാസ്റ്റിലേക്കാണ് വരിക. സോ ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത 525 ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരും. ഏതാണോ ഡിലീറ്റ് ആവണേ അത് ആ കീ വാല്യൂ പെയർ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരും ചെയ്യും. കൂടാതെ ആ ഒരു പോർഷൻ ഈ ഡിക്ഷണറിയിൽ നിന്ന് റിമൂവ് ആവും ചെയ്യും. പിന്നെ നമ്മൾ ഈ ഡിക്ഷണറി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയേ ഉണ്ടാവുള്ളൂ. ആ 525 പ്രിന്റ് ചെയ്ത് വരില്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് ക്ലിയർ. ക്ലിയർ എന്ന് പറഞ്ഞിട്ട് സ്ക്വയേഴ്സ് ഡോട്ട് ക്ലിയേഴ്സ് എന്ന് പറഞ്ഞ് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ എലമെന്റും ഡിലീറ്റ് ആയി പോകും. എന്നിട്ട് നമ്മൾ പ്രിന്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എലമെന്റിനെയും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിക്ഷണറി ആവും കിട്ടുക, ഒരു എംപ്റ്റി ആയിട്ടുള്ള ഡിക്ഷണറി ആവും കിട്ടുക. ഓക്കെ, ഇനി അടുത്തത് ഡെൽ സ്ക്വയേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് എക്സാമ്പിളിൽ പറയുന്നുണ്ട്. ദറ്റ് ഈസ് ഡെൽ കീവേഡ്. ഈ ഡിലീറ്റ് കീവേഡ് ഡെൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്ഷണറിയിലെ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ആ ഡിക്ഷണറിനെ റിമൂവ് ചെയ്യാം. രണ്ട് കാര്യത്തിനും നമ്മൾ ഡെൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആദ്യത്തെ കേസിൽ ദ ഡെൽ കീവേഡ് റിമൂവ്സ് ദ ഐറ്റം വിത്ത് എ സ്പെസിഫൈഡ് കീ വാല്യൂ. അതായത് ഇവിടെ ഒരു ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കോമയിട്ട് നേരെ കൊടുക്കുന്നതിന് പകരം ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 എലമെന്റ്സ് ഉള്ള ഒരു ഡിക്ഷണറിയാണ്. ദെൻ അതിനുശേഷം ഡെൽ
ഡിക്ഷണറിയുടെ പേര് ഓഫ് മോഡൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ദിസ് ഡിക്ഷണറി ഓഫ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽ എന്ന് പറയുന്ന കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, ഈ കീ വാല്യൂ പെയർ മൊത്തമായിട്ട് പോകാനാണ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മോഡലും അതിൻ്റെ കൂടെയുള്ള ഈ വാല്യൂ ഡിലീറ്റ് ആയി പോകും. പിന്നെ നമ്മൾ ഈ ഡിക്ഷണറി പ്രിന്റ് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് പ്രിന്റ് ദിസ് ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ഇത്രേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് ഈ രണ്ടെണ്ണേ കാണിക്കുള്ളൂ, ഈ നടുക്കത്തെ സംഭവങ്ങൾ മുഴുവനായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഐറ്റം മാത്രം ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡെൽ കീവേഡ് യൂസ് ചെയ്യാം. കൂടാതെ ദ ഡെൽ കീവേഡ് ക്യാൻ ഓൾസോ ഡിലീറ്റ് ദ ഡിക്ഷണറി കംപ്ലീറ്റ്ലി. ഒരു ഡിക്ഷണറി മൊത്തമായിട്ട് കളയാനും നമുക്ക് ഡെൽ കീവേഡ് യൂസ് ചെയ്യാം. ഇവിടുത്തെ കേസിൽ ഈ ഒരു ഡിക്ഷണറി തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഡെൽ ദിസ് ഡെക്റ്റ് എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് ഇവിടെ ദിസ് ഡിക്റ്റ് ഓഫ് ഒരു പർട്ടിക്കുലർ എലമെന്റ് ഒരു കീ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ആ ഡിക്ഷണറിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്ത സമയത്ത് ഈ ഡിക്ഷണറി മൊത്തമായിട്ട് ഡിലീറ്റ് ആയിപ്പോയി. ഇനി നമ്മൾ പ്രിന്റ് ദിസ് ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഡിക്ഷണറി മൊത്തമായിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ദെൻ അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ നമ്മൾ ഈ ഡിക്ഷണറി പ്രിന്റ് ചെയ്യാനാണ് പറയണേ. ദെൻ ദർ കംസ് എൻ എറർ, കാരണം അങ്ങനെ ഒരു ഡിക്ഷണറി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ട് അവിടെ ഒരു എററാണ് കാണിക്കുന്നത്. അതേസമയം ഇവിടെ ക്ലിയർ വിളിച്ചതിന് ശേഷം ഡിക്ഷണറിയിലെ എല്ലാ എലമെന്റ്സും പോവും. എന്നിട്ട് നമ്മൾ ഈ ഡിക്ഷണറി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാലും ഇവിടെ എറർ വരുന്നില്ല, കാരണം ഇവിടെ ആ ഡിക്ഷണറിയിലുള്ള ജസ്റ്റ് നമുക്ക് ആ സ്ക്വയർ ബ്രാക്കറ്റിൽ എംറ്റി ആയിട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതേസമയം ഇതെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഡെൽ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ഡെൽ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എറർ വരും, കാരണം ആ ഡിക്ഷണറിയിൽ ഒന്നുമില്ല കളയാൻ, അതുകൊണ്ട് നമുക്ക് അവിടെ എറർ വരും. ഓക്കെ, then next Python dictionary comprehension. Okay, dictionary comprehension is an elegant and concise way to create a new dictionary from an iterable in Python. പുതിയൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പൈത്തൺ ഡിക്ഷണറി കോംപ്രഹെൻഷൻ. ഡിക്ഷണറി കോംപ്രഹെൻഷൻ കൺസിസ്റ്റ് ഓഫ് എൻ എക്സ്പ്രഷൻ പെയർ, ദാറ്റ് ഈസ് ഒരു കീ വാല്യൂ പെയർ ഫോളോഡ് ബൈ എ ഫോർ സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് കേർലി ബ്രേസസ്. അതായത് ഒരു കീ വാല്യൂ പെയർ അതിൻ്റെ കൂടെ ഒരു ഫോർ സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു പുതിയൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. ഇതിനുള്ളൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഈ ഒരു ഡിക്ഷണറി ഒരു കീയുടെ വാല്യൂ ആയിട്ട് അതിൻ്റെ സ്ക്വയർ, അങ്ങനെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ ഈ പൈത്തൺ കോംപ്രഹെൻഷൻ വെച്ചിട്ട് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇതേ വേണ്ട ഒരു കീ വാല്യൂ പെയർ, ദാറ്റ് ഈസ് കീ എന്ന് പറയുന്നത് എക്സ് ആണ്, ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ആ എക്സിൻ്റെ സ്ക്വയർ ആണ്, അപ്പോൾ എക്സ് ഇൻറ്റു എക്സ്. ഇനി ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ എത്രയാണോ വരേണ്ടത്, അപ്പോൾ ഇങ്ങനെയാണ് അത് കൊടുക്കുക. 4x ഇൻ റേഞ്ച് ഓഫ് 6 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഇവിടെ എന്നിട്ട് പ്രിന്റ് സ്ക്വയേഴ്സ് ആണ് ഈ ഫോർ ലൂപ്പിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇടുന്നത്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിക്ഷണറി ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫോർ ലൂപ്പ് ഓൾറെഡി പഠിച്ചതാണ്. ഇങ്ങനെ നമ്മളൊരു ഫോർ ലൂപ്പ് എഴുതി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് ജസ്റ്റ് ഇങ്ങനെ പൈത്തൺ കോംപ്രഹെൻഷൻ ഡിക്ഷണറി കോംപ്രഹെൻഷൻ വെച്ചിട്ട് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ദാറ്റ് ഈസ് ഇങ്ങനെ നമ്മളൊരു ഫുൾ ലൈൻ ആക്കി എഴുതി ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നതിന് സിമിലർ ആണ് നമ്മൾ ഈ ഒരു സിംഗിൾ ലൈൻ കൊണ്ട് തന്നെ നമുക്കൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടി ജസ്റ്റ് കീ വാല്യൂ പെയർ ഫോളോഡ് ബൈ ഫോർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിക്ഷണറി അവിടെ സ്ക്വയേഴ്സ് എന്നുള്ള പേരിൽ ക്രിയേറ്റ് ആയി കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐട്രേറ്റിംഗ് ത്രൂ എ ഡിക്ഷണറി. നമ്മൾ എല്ലാം പഠിക്കുമ്പോൾ ലിസ്റ്റും ടപ്പിളും സ്ട്രിങ്ങും ഒക്കെ പഠിക്കുമ്പോൾ ഐട്രേഷൻ പഠിച്ചിരുന്നു. ഐട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡിക്ഷണറി ഏതാണോ നമ്മുടെ ഡാറ്റ ടൈപ്പ് അതിലുള്ള എല്ലാ വാല്യൂസിൽ കൂടി മൂവ് ചെയ്യുന്നതിനാണ് ഐട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഡിക്ഷണറിയിൽ കൂടി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ഷണറി ഉണ്ട്. 1 3 9 അങ്ങനെ 1 3 5 7 9 ഈ ഒരു കീസുള്ള ഡിക്ഷണറി ഉണ്ട്. ഇനി ഈ ഡിക്ഷണറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എലമെന്റ്സ് വാല്യൂസ് പ്രിന്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഫോർ ലൂപ്പ് തുടങ്ങാം. ഫോർ ഐ ഇൻ സ്ക്വയേഴ്സ് പ്രിന്റ് സ്ക്വയേഴ്സ് ഓഫ് ഐ. അപ്പോൾ ആദ്യത്തെ കേസിൽ സ്ക്വയേഴ്സിൽ ഓരോ എലമെന്റ് ആയിട്ട് ഇവിടെ വരും. ദാറ്റ് ഈസ് ആദ്യം 1 വരും, ദെൻ 3 വരും. അപ്പോൾ സ്ക്വയേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 പ്രിന്റ് ചെയ്യും. ദെൻ സ്ക്വയേഴ്സ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പ്രിന്റ് ചെയ്യും. ദെൻ അടുത്തത് വീണ്ടും ഐയിൽ 5 വരും. സ്ക്വയേഴ്സ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 25 പ്രിന്റ് ചെയ്യും. അങ്ങനെ എല്ലാ എലമെന്റും ഇതിൽ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഐട്രേറ്റിംഗ് ത്രൂ എ ഡിക്ഷണറി. നെക്സ്റ്റ്
നെസ്റ്റഡ് ഡിക്ഷണറീസ്. നമ്മൾ ടപ്പിൾ പഠിക്കുമ്പോഴും ലിസ്റ്റ് പഠിക്കുമ്പോഴും നെസ്റ്റഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നെസ്റ്റഡ് ടപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ടപ്പിളിൻ്റെ ഉള്ളിൽ വേറെ ടപ്പിൾ, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറെ ലിസ്റ്റ്. അതുപോലെ തന്നെയാണ് നെസ്റ്റഡ് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ഷണറിയുടെ ഉള്ളിൽ വേറൊരു ഡിക്ഷണറി. എ ഡിക്ഷണറി ക്യാൻ ഓൾസോ കണ്ടെയ്ൻ മെനി ഡിക്ഷണറി. ഇറ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് ഡിക്ഷണറീസ്. ഇതൊരു എക്സാമ്പിൾ ആണ്. മൈ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറി ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഡിക്ഷണറിയുടെ ഉള്ളിൽ 3 കീസ് ഉണ്ട്, ചൈൽഡ് 1, ചൈൽഡ് 2, ചൈൽഡ് 3. ഈ ഓരോ കീസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഡിക്ഷണറി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു ഡിക്ഷണറിയുടെ ഉള്ളിൽ വേറൊരു ഡിക്ഷണറി. ആ ഡിക്ഷണറിയുടെ ഉള്ളിൽ വീണ്ടും 2 എലമെന്റ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നെസ്റ്റഡ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മൈ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രിന്റ് ഓഫ് മൈ ഫാമിലി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിക്ഷണറി മൊത്തമായിട്ട്, അതായത് നെസ്റ്റഡ് ഡിക്ഷണറി ആയിട്ട് നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡിക്ഷണറി മെമ്പർഷിപ്പ് ടെസ്റ്റ്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ എല്ലാ സീക്വൻസ് ഡാറ്റ ടൈപ്പിലും മെമ്പർഷിപ്പ് ടെസ്റ്റ് പഠിച്ചിരുന്നു. ഒരു പർട്ടിക്കുലർ എലമെന്റ് ഒരു ഡാറ്റ ടൈപ്പിൽ ഒരു കളക്ഷനിൽ ഉണ്ടോ ഇല്ലയെന്ന് കിട്ടാനാണ് നമ്മൾ മെമ്പർഷിപ്പ് ടെസ്റ്റ് യൂസ് ചെയ്തിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ എന്ന് പറഞ്ഞ കീവേഡും നോട്ട് ഇൻ എന്ന് പറഞ്ഞ കീവേഡും യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും മെമ്പർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നത്. ടു ഡിറ്റർമിൻ ഇഫ് എ സ്പെസിഫൈഡ് കീ ഈസ് പ്രസന്റ് ഇൻ എ ഡിക്ഷണറി യൂസ് ഇൻ കീവേഡ്. ഒരു കീ ഒരു ഡിക്ഷണറിയിൽ ഉണ്ടോ ഇല്ലയെന്ന് കിട്ടാനാണ് നമ്മൾ ഇൻ കീവേഡ് യൂസ് ചെയ്യണത്. വി ക്യാൻ ടെസ്റ്റ് if a key in a dictionary or not using the keyword in. Notice that membership test is only for the keys and not for the values. ഒരു പർട്ടിക്കുലർ കീ ആ ഡിക്ഷണറിയിൽ ഉണ്ടോ ഇല്ലയെന്ന് കിട്ടാനാണ് നമ്മൾ മെമ്പർഷിപ്പ് ടെസ്റ്റ് യൂസ് ചെയ്യണത്. പക്ഷെ ഒരിക്കലും ഒരു പർട്ടിക്കുലർ വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഇൻ കീവേഡ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഇഫ് മോഡൽ ഇൻ ഡിസ്ട്രിക്റ്റ്, ദാറ്റ് ഈസ് മോഡൽ എന്ന് പറയുന്ന കീ ഈ ഒരു ഡിക്ഷണറിയിൽ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യണത്. ഇത് ഉണ്ടെങ്കിൽ ഇവിടെ ട്രൂ റിട്ടേൺ ചെയ്യും. ഇവിടെ ട്രൂ ഇത് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ട്രൂ റിട്ടേൺ ചെയ്തു. ട്രൂ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അടിയിലത്തെ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇത് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി മോഡൽ എന്ന് പറയുന്നത് ഇതിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രിന്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ഇന്ന് പറയുന്ന ഓപ്പറേറ്റർ വഴി നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസോ ആണ് റിട്ടേൺ ചെയ്യുക. ആ ഒരു കീ ആ ഒരു ഡിക്ഷണറിയിൽ ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോപ്പി എ ഡിക്ഷണറി. ഒരു ഡിക്ഷണറി എങ്ങനെ കോപ്പി ചെയ്യാം എന്നാണ് പറയുന്നത്. ദർ ആർ വേസ് ടു മേക്ക് എ കോപ്പി. വൺ വേ ഈസ് ടു യൂസ് ദ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ കോപ്പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ഡിക്ഷണറിയിൽ നിന്ന് വേറൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ അത് ഒരു ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറി ഓൾറെഡി ഉണ്ട്. അതിന് ജസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വഴി ഒരു പുതിയ ഡിക്ഷണറി ഉണ്ടാക്കി അതിന് പുതിയൊരു പേര് കൊടുക്കാം, മൈഡിക്റ്റ്. എന്നിട്ട് മൈഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിക്ഷണറിയിലുള്ള എലമെന്റ് എന്താണോ അതേപോലത്തെ സെയിം ഡിക്ഷണറി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരും. ദാറ്റ് ഈസ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറിയിൽ നിന്ന് മൈഡിക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലേക്ക് കോപ്പി ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിക്ഷണറി മെത്തേഡ്സ് ആണ്. നമ്മൾ കുറേ മെത്തേഡുകൾ ഇപ്പോൾ ഓൾറെഡി കണ്ടു. അതുപോലെ ലിസ്റ്റിലും ടപ്പിളിലൊക്കെ നമ്മൾ കുറേ മെത്തേഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡ്സുകളൊക്കെ ഇവിടെയും സിമിലർ തന്നെയായിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ക്ലിയർ മെത്തേഡ്, കോപ്പി മെത്തേഡ്. ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സും ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടു. കോപ്പി നമ്മൾ കണ്ടു. ദെൻ ഫ്രം കീസ് മെത്തേഡ് റിട്ടേൺസ് എ ഡിക്ഷണറി വിത്ത് എ സ്പെസിഫൈഡ് കീ ആൻഡ് വാല്യൂ. ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ കീസും വാല്യൂ ഉള്ള ഡിക്ഷണറി റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രം കീസ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യണത്. ഓൾസോ ഗെറ്റ് നമ്മൾ മെത്തേഡ് ഓൾറെഡി കണ്ടു. അതുപോലെ ഒരുപാട് മെത്തേഡുകൾ ഇവിടെ പറയുന്നുണ്ട്. യു ഹാവ് ടു ചെക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിക്ഷണറി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. ഡിക്ഷണറിയിൽ നമ്മൾ ഓൾറെഡി ബാക്കിയുള്ളതിലൊക്കെ കണ്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഇവിടെ സെയിം ആണ്. ദാറ്റ് ഈസ് എനി, ലെൻ, കമ്പയർ, CMP, സോർട്ടഡ്. ഇതൊക്കെ ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ള മെത്തേഡാണ് ഇതിന് മുമ്പും. അതിൽ ഈ ഓൾ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഇവിടെ ഡിഫറൻസ് ഉള്ളത്. ടപ്പിളിലും ഈ ഓൾ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. നമ്മൾ എനി എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പിൽ ട്രൂ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിലാണ് എനി എന്ന് പറഞ്ഞ മെത്തേഡ് ട്രൂ റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് കളക്ഷനിൽ, ഒരു കളക്ഷനിൽ ഇപ്പോൾ ലിസ്റ്റ് ആവട്ടെ, ടപ്പിൾ ആവട്ടെ, ഡിക്ഷണറി ആവട്ടെ, എന്തും ആവട്ടെ, അതിലുള്ള എല്ലാ എലമെന്റ്സും ട്രൂ ആണെങ്കിലാണ് ഓൾ ട്രൂ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഡിക്ഷണറിയുടെ കേസിലാണെങ്കിൽ ഈ ഒരു എലമെന്റിന്റെ, അതായത് ഒരു ഡിക്ഷണറിയിലെ എല്ലാ കീസും ട്രൂ ആണെങ്കിൽ ആ ഡിക്ഷണറി എന്ന് പറയുന്നത്
ഓൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ഡിക്ഷണറി ഡോട്ട് ഓൾ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ട്രൂ റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ ആ ഡിക്ഷണറി ഡോട്ട് ഓൾ വിളിച്ചാൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അതാണ് ഓളും മെനിയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ലെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ട്, എത്ര ഐറ്റംസ് ഉണ്ട്, ഒരു കീ വാല്യൂ പെയർ ഒരൊറ്റ ഐറ്റം ആയിട്ടാണ് കൂട്ടുന്നത്. അങ്ങനെ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് കിട്ടാനാണ് ലെൻ മെത്തേഡ്. കമ്പയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിക്ഷണറീസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സോർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിക്ഷണറീനെ അതിൻ്റെ കീയുടെ ഓർഡറിൽ സോർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോർട്ടഡ് മെത്തേഡ്. നമ്മൾ ടപ്പിളിൻ്റെ കേസിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. Okay, so these are different functions and methods and operations available in dictionary. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.